بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹിതരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിലാണ്. പ്രവാചക ദൗത്യം ഏറ്റെടുത്തു നിർവഹിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നൊരു സദസ്സിൽ പ്രമുഖരായ പലരുമുണ്ട്. പലരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അബൂലഹബിൻ്റെ പുത്രൻ ഉത്ബ വരുന്നത്. ഉത്ബ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി റുഖിയ ബീവിയെ വിവാഹം ചെയ്തിട്ടുണ്ട്. അഥവാ മരുമകനാണ് വരുന്നത്. പ്രവാചകൻ പരസ്യപ്രബോധനം ആരംഭിച്ചതിനു ശേഷം റസൂലുള്ളാഹി തങ്ങളെ അങ്ങേയറ്റം എതിർക്കാൻ മുൻപന്തിയിരുന്ന ആളാണ് അബൂലഹബ്. പിതൃ സഹോദരനാണ് എന്ന് മാത്രമല്ല, മരുമകൻ്റെ പിതാവും കൂടിയാണ്. ഉത്ബയുടെ പിതാവാണ്. അബൂലഹബ് നിരന്തരം ഉത്ബയോട് മുഹമ്മദിൻ്റെ മകൾ റുഖിയയെ നീ വിവാഹമോചനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ സദസ്സിലേക്ക് വരുന്നത്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. സ്വഹാബിമാർ പലരുമുണ്ട്, വേറെയും ആളുകളൊക്കെയുണ്ട്. ആ സദസ്സിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരമാക്കുന്ന വിധത്തിൽ, പ്രവാചകനെ പരിഹസിക്കുന്ന വിധത്തിൽ, പ്രവാചകൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിധത്തിൽ അയാൾ പറയുകയാണ്, യാ മുഹമ്മദ്, അഷ്ഹദു അന്നി ഖദ് കഫർതു ബി റബ്ബിക വ തല്ലഖ്തു ഇബ്നതക്. മുഹമ്മദേ, ഞാൻ നിൻ്റെ രക്ഷിതാവിനെ കൊണ്ട് നിഷേധിക്കുന്നു, ഞാൻ വിശ്വസിക്കുകയില്ല ഒരിക്കലും. എന്ന് മാത്രമല്ല, നിൻ്റെ പുത്രിയെ ഞാൻ വിവാഹമോചനം നടത്തുകയും ചെയ്യുകയാണ് എന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിച്ചു. ഒരുപാട് ആളുകൾക്കിടയിലാണ് തന്നെ ഇങ്ങനെ നിസ്സാരമാക്കിയത്. തൻ്റെ മകളെ വിവാഹമോചനം നടത്തുകയും ചെയ്തിരിക്കുന്നു. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് മനസ്സ് വേദനിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക്. അല്ലാഹുവേ, നിൻ്റെ കെൽബുകളിൽ നിന്നൊരു കെൽബിനെ ഇയാളുടെ മേൽ നീ അധികാരസ്ഥാനനാക്കണേ എന്ന്. നായ എന്നാണ് കൽബിന് അർത്ഥം എങ്കിലും ഏതെങ്കിലും ഒരു ക്രൂരജീവിയെ കൊണ്ട് അയാളുടെ വധം ഉണ്ടാവണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചത്. അബൂലഹബ് ഈ സംഭവത്തിന് ശേഷം മകനോട് പറയുന്നുണ്ട്, യാ വലദി ഫൽ തഖുദ് ഹദറക് ദായിമൻ ഫഇന്നി ലഅശദ്ദു നാസി റഹബത്തൻ വഖൗഫൻ അലൈക മിൻ ദഅവതി ഹാദ റജുൽ. നല്ലോണം ശ്രദ്ധിക്കണേ, ഏത് സമയത്തും നിനക്ക് അപകടം സംഭവിച്ചേക്കാം, മുഹമ്മദിൻ്റെ പ്രാർത്ഥന ഫലിച്ചേക്കാം എന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മകൻ ഷാമിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോവുകയാണ്. കൂടെ ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്തും അബൂലഹബിൻ്റെ മനസ്സിലുള്ള വിചാരം, എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് പോയാലും എന്ത് ചിന്തിച്ചാലും മുഹമ്മദിൻ്റെ പ്രാർത്ഥന, കൽബം മിൻ കിലാബിക്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക്. ഇതാണ്. അയാൾ വീണ്ടും വീണ്ടും മകനോട് ഓർമ്മിപ്പിച്ചു, നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. യാത്രാസംഘം കുറേ അങ്ങോട്ടെത്തി. ഷാമിലേക്ക് പോകുന്ന വഴിയിൽ വാദിൽ ഖസീറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ രാത്രിയായി. അവർക്കന്ന് വിശ്രമിക്കണം. വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ആ സ്ഥലമാണെങ്കിലോ പൊതുവെ ക്രൂരജീവികൾ കൂടുതലുള്ള സ്ഥലമാണ് താനും. അബൂലഹബിൻ്റെ പുത്രൻ ഉത്ബക്ക് ബേജാറ് തുടങ്ങി, പേടി തുടങ്ങി. അയാളുടെ മുഖത്ത് ഭീതി നിഴലിച്ച് കാണുന്നുണ്ട്. കൂടെയുണ്ടാവുന്നത് ചോദിച്ചു, എന്താണ് ഒരു ഭീതി പോലെ? അയാൾ ഉള്ള സംഗതികൾ പറഞ്ഞു. ഏത് സമയത്തും മുഹമ്മദിൻ്റെ പ്രാർത്ഥന ഫലിച്ചേക്കാം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കിടക്കുന്നതിൻ്റെ മധ്യത്തിലായി മാത്രമേ ഞാൻ കിടക്കുകയുള്ളൂ. പിന്നെയും അയാൾ വാശി പിടിച്ചു. ആ സമയത്ത് അയാൾക്ക് വേണ്ടി കച്ചവട വസ്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി. കച്ചവട വസ്തുക്കളെല്ലാം, എല്ലാ ഒട്ടകപ്പുറത്തു നിന്നും സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി. ആ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ ചുറ്റുഭാഗവും അവർ കടന്നു, യാത്രാംഗങ്ങൾ കടന്നു. ഈ ഒരുമിച്ച് കൂട്ടി വെച്ച ആ കച്ചവട വസ്തുക്കളുടെ മുകളിലായിട്ട്
അബൂ ലഹബിൻ്റെ മകൻ ഉത്തുബയും കടന്നു. അങ്ങനെ നോക്കൂ നിങ്ങൾ, ഫജാ അൽ അസദു, ആ സമയത്ത് ഒരു സിംഹം വരികയാണ്. ഫഷമ്മ വുജൂഹന, ഞങ്ങളുടെയൊക്കെ മുഖങ്ങളിങ്ങനെ വാസനിച്ച് പോയി. സുമ്മ വസബ ഫൈദാ ഹുവ ഫൗഖൽ മതാഇ ഫഖത റസഹു, ആ സിംഹം ഉദ്ദേശിക്കുന്ന ആളെ കിട്ടുന്നില്ല. അങ്ങനെ അയാളൊന്ന് ചാടി നോക്കിയപ്പോൾ മുകളിലുണ്ട് ഉദ്ദേശിക്കുന്ന ആൾ. നേരെ മുകളിൽ പോവുകയും അബൂ ലഹബിൻ്റെ പുത്രൻ ഉത്ബയുടെ കഴുത്ത് മുറിച്ച് അറുത്തെടുത്ത് സിംഹം പോകേണ്ട വഴിയിൽ പോവുകയും ചെയ്തു എന്ന്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക്, നാശം വിതക്കണം, ഏതെങ്കിലും ഒരു ക്രൂരജീവിയെ കൊണ്ട് അയാളുടെ നാശം ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന സത്യമായി പോർന്നു. അത്രമാത്രം റസൂലുള്ളാഹി തങ്ങൾ മനസ്സുകൊണ്ട് വേദനിച്ചു എന്നാണ് പണ്ഡിതന്മാർ ഇതിന് പറയുന്ന ന്യായം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.